എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വെട്ടിയേമ്പ് പുഴുങ്ങിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ചെറിയ ചേമ്പായതുകൊണ്ട് ഇതൊരു 3-4 വെള്ളത്തിലൊന്ന് കഴുകി കുക്കറിലിട്ട് 2 വിസിൽ വരെ ആവുന്നവരെ വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്പിട്ട് വേണം പുഴുങ്ങിയെടുക്കേണ്ടത്. എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തോല് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതറിയാമല്ലോ. ചീമച്ചേമ്പെന്നും പറയും, വെട്ടിയേമ്പെന്ന്. ഞങ്ങൾ വെട്ടിയേമ്പെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ. വടക്കോട്ടൊക്കെ ചീമച്ചേമ്പെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഈ മണ്ണും പൊടിയും അഴുക്കുമൊക്കെ ഒന്ന് പോയാൽ മതി. പെട്ടെന്ന്, അല്ലെങ്കിൽ ചിരണ്ടി നമ്മുടെ ഊപ്പാട് വരും. അതിങ്ങനെ തൊലി പോകാൻ ഭയങ്കര പാട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിക്കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞ് കഴിക്കാം. ഒരു 4 വെള്ളത്തിലെങ്കിലും കഴുകണം, എങ്കിലേ ഇതിൻ്റെ അഴുക്കും പൊടിയൊക്കെ പോയി കിട്ടത്തുള്ളൂ. ഇത് 2 വെള്ളമായി. നമ്മൾ നല്ല പോലെ ഇങ്ങനെ ഞെവടി കഴുകണം. ചേമ്പ് നന്നായി കഴുകി കൊണ്ടുവച്ച് ഇനി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഈ ഉപ്പങ്ങ് അലിഞ്ഞ് കിട്ടും. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പുഴുക്ക് തിന്നാനുള്ള ചമ്മന്തി തയ്യാറാക്കാം. അതിന് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ആയാലും മതി. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ചമ്മന്തി റെഡിയായി. ഇനി ഈ രാജകുമാരി ചമ്മന്തിക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്താലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പുഴുക്കിൻ്റെ ചമ്മന്തി തയ്യാറായി. 2 വിസിലായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി ഇളക്കിയിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ പുഴുങ്ങിയ ചേമ്പും ചതച്ച ചമ്മന്തിയും കൂട്ടി നമുക്ക് കഴിച്ചാലോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി നമ്മുടെ ഊപ്പാട് വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചമ്മന്തി മുക്കി കഴിക്കണം.